Straight to the question. Lead code question number 1920. Build array from permutation. Question വായിക്കാം. Given a zero based permutation nums, build an array ANDs of same length where ANDs of I equal to nums of I for each 0 less than or equal to I less than nums dot length and return it. A zero based permutation nums is an array of distinct integers from 0 to nums dot length minus 1. എന്ന് വെച്ചാൽ ഒരു ഇൻപുട്ട് അറേ തന്നിട്ടുണ്ടാവും. നമ്മളൊരു ഔട്ട്പുട്ട് അറേ ബിൽഡ് ചെയ്യണം. എന്തിൻ്റെ പേരിൽ? ഔട്ട്പുട്ട് അറേയുടെ പേരെന്താണ്? ആൻസ് ഓഫ് സെയിം ലെങ്ത്. ഇൻപുട്ട് അറേയുടെ സെയിം ലെങ്ത്തിൽ. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ആൻസിലേക്ക് ആഡ് ചെയ്യേണ്ടത് എലമെൻറ്റ്സ്? ഫോർ ഈച്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ നംസ് ഡോട്ട് ലെങ്ത് ആൻസ് ഓഫ് I ഈക്വൽ ടു നംസ് ഓഫ് I. സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാം. ആൻസ് ഈക്വൽ ടു എന്താണ് ലെങ്ത്ത്? നംസ് ഡോട്ട് ലെങ്ത്ത്. നമ്മളൊരു ഔട്ട്പുട്ട് അറേ ക്രിയേറ്റ് ചെയ്തു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫോർ ഈച്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ നംസ് ഡോട്ട് ലെങ്ത്. അപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പ് ഇടും. I ഈക്വൽ ടു 0 മുതൽ നംസ് ഡോട്ട് ലെങ്ത് വരെ ഒരു ഫോർ ലൂപ്പ് ഇടുന്നു. I പ്ലസ് പ്ലസ് വാല്യൂ എങ്ങനെയാണ്? ആൻസ് ഓഫ് I ഈക്വൽ ടു നംസ് ഓഫ് I. എത്രയേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ആൻഡ് റിട്ടേൺ ഇറ്റ് അല്ലേ? ആൻഡ് റിട്ടേൺ ഇറ്റ്. അപ്പോൾ നമ്മൾ റിട്ടേൺ ആൻസ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, 2 ടെസ്റ്റ് കേസ് അക്സെപ്റ്റഡ് ആണ്. സബ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആൻസർ വരുന്നത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ? അക്സെപ്റ്റഡ് ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഇവർക്ക് വേറൊരു രീതിയിൽ ചോദിക്കാം. എങ്ങനെ? ഒരു അറേ ഉണ്ട്. ആ അറേയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ഇൻറ്റിജേഴ്സ് ആണ്. ഫ്രം 0 ടു നംസ് ഡോട്ട് ലെങ്ത് -1. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ പറയാം. ഓക്കെ, ഇപ്പോൾ ഇവർ ഇക്വേഷൻ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായി നംസ് ഓഫ് I നമുക്ക് കിട്ടി. അതല്ലാതെ ഈ ഒരു ഇക്വേഷൻ തരാതെ ഇങ്ങനെയും ചോദിക്കാം. അപ്പോഴും നമുക്കിത് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു അറേ ഒരു 5 ലെങ്ത്ത് 5 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ആ അറേയിൽ അവർ മെൻഷൻഡ് ആണ് എന്ത്? എല്ലാ നമ്പേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, അതേപോലെ ആ അറേയിലുള്ള എലമെൻറ്റ്സ് എന്താണ്? 0 മുതൽ ആ ലെങ്ത്ത് -1 ആണ്. അപ്പോൾ അറേ ഒരു 5 ലെങ്ത്തുള്ള ഒരു അറേ ആണെങ്കിൽ അതിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 മുതൽ 4 വരെയാണ്. അത് എങ്ങനെ വേണമെങ്കിലും ആവാം. ഡിസോർഡർ ആവാം. 0, 3, 2, 1, 4 അങ്ങനെ ആവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റിയിട്ടുള്ള ഒരു അറേ ഔട്ട്പുട്ടാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യണത്. അപ്പോൾ ഓർഡർ മാറ്റാൻ ഇത് അപ്ലൈ ചെയ്താൽ പോരെ? നംസ് ഓഫ് I. കാരണം ഈ I എപ്പോഴും എന്തായാലും ഈ 5 എന്നുള്ള ലെങ്ത്തിനേക്കാളും കുറവേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണുള്ളൂ. കാരണം ഇപ്പോൾ ഒരു അറേയുടെ ലെങ്ത്ത് 5 ആണെന്നുണ്ടെങ്കിൽ Iയുടെ വാല്യൂ 0 മുതൽ 4 വരെ പോവുള്ളൂ അല്ലേ? ഈ നംസ് ഓഫ് I എന്ന് പറയുമ്പോൾ ഈ നംസ് ഓഫ് I എന്ന് വെച്ചാൽ 0 മുതൽ 4 വരെ പോകാൻ പാടുള്ളൂ. അത് തീർച്ചയായിട്ടും അതല്ലേ പോവുള്ളൂ. കാരണം അറേയുടെ എലമെൻറ്റ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 0 മുതൽ നംസ് ഡോട്ട് ലെങ്ത് -1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിലത്തെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 മുതൽ 4 വരെ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ I ഒരിക്കലും നമ്മുടെ ആ ഒരു 5ൻ്റെ മേലേക്ക് പോകണില്ല. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഒരു ആൻസർ ഉണ്ടായിരിക്കും. ഇപ്പോൾ നംസ് ഓഫ് I എന്ന് പറയുന്നത് ഇപ്പോൾ 0 എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഈ കേസ് എടുക്കാം നമുക്ക്. ഇപ്പോൾ നംസ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5 ആണ്. എന്ന് വെച്ചാൽ 6 ആണ് ഇതിൻ്റെ ലെങ്ത്ത്. പക്ഷേ ഇതിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 മുതൽ 5 വരെയാണ്. അപ്പോൾ നംസ് ഓഫ് I എന്ന് പറയുന്നത് അപ്പോൾ I 0 ആകുമ്പോൾ നംസ് ഓഫ് 0 എന്ന് പറയുന്നത് ഏതാ? 0 ആണ്. എന്നിട്ട് പറയുന്നത് നംസ് ഓഫ് 0 എന്ന് പറയുന്നത് 0 തന്നെ. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 0 കിട്ടി. ഇനി നമുക്ക് ആൻസർ ഓഫ് 1 കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ സെക്കൻഡ് എലമെൻറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നംസ് ഓഫ് 1 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. നംസ് ഓഫ് 1 എന്താ? 2 ആണ്. അപ്പോൾ ഇവിടെ 2 കിട്ടി. അപ്പോൾ നംസ് ഓഫ് 2 എന്താ? 0, 1, 2 1 ആണ്. അപ്പോൾ ആൻസർ ഓഫ് I എന്ത് കിട്ടി? 1 കിട്ടി. മനസ്സിലായില്ല? അങ്ങനെ എല്ലാം ഇതുപോലെ നമുക്ക് ഇതിൻ്റെ വേറൊരു പെർമ്യൂട്ടേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാനെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എല്ലാ അറേക്കും പോയിട്ട് ഇതേപോലെ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ നംസ് ഓഫ് I എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ആ ലെങ്ത്തിൻ്റെ താഴെ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു അറേയുടെ ലെങ്ത്ത് 5 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുക. അപ്പോഴാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നംസ് ഓഫ് I എന്ന് പറയുന്നത് 100 വന്നാൽ നംസ് ഓഫ് 100 എന്ന് വെച്ചാൽ നംസ് ഓഫ് 100 എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു വാല്യൂ അതിലില്ല. കാരണം നംസ് ഓഫ് 4 വരെയാണ് ആ 5 ലെങ്ത്തുള്ള എലമെൻറ്റിന് അറേക്ക് ഉണ്ടാവുള്ളൂ. നംസ് ഓഫ് 100 ഉണ്ടാവില്ല. അപ്പോൾ ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ അടിക്കും.
അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ, ഒരു അറേ ഉണ്ട്, അതിന് ഡിസ്റ്റിങ്ക്റ്റ് ഇൻറ്റിജേഴ്സ് ആണ്, ഫ്രം 0 to nums dot length -1 ആണെങ്കിൽ അതിൻ്റെ പെർമ്യൂട്ടേഷൻ എഴുതാൻ പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇതേ സെയിം പ്രോഗ്രാം അതിൽ വർക്കാവും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.